ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു പാവയ്ക്ക തോരൻ റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു തോരൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉരുളി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1.5 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടീസ്പൂൺ കടലപ്പരിപ്പ് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 6 വെളുത്തുള്ളി കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അരിഞ്ഞ് ചേർക്കുന്നതിന് പകരമായിട്ട് ചതച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ആ ഒരു വെളുത്തുള്ളിയും കൂടി മൂത്ത് വരുന്ന സമയത്ത് ഒരു 4 സവാള, ചെറിയ സവാളയായിരുന്നു, കനം കുറച്ചിട്ട് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 7 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം മുളക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും എരിവിൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഒരു സവാള ഒന്ന് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സവാളയൊക്കെ നല്ലതുപോലെ നമുക്ക് വാടി കിട്ടിയിട്ടുണ്ട്. ഒരു പകുതി ഭാഗത്തോളം നമുക്ക് സവാള കുക്കായി കിട്ടിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 കിലോ പാവയ്ക്കയാണ്. പാവയ്ക്ക അരിഞ്ഞെടുത്തിരിക്കുന്നത് തീർത്ത് കനം കുറച്ചിട്ടല്ല, ചെറിയൊരു കനത്തിൽ തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി കുറച്ച് വെള്ളം കൂടി ഒന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിറകടുപ്പിലായതുകൊണ്ടാണ് ഉരുളിയിൽ പെട്ടെന്ന് തന്നെ അങ്ങ് അടുക്കി പിടിക്കില്ല, അതുകൊണ്ടാണ് ഒരു ലേശം വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മളിനി കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തീയെ കുറച്ച് വെച്ച് കൊടുക്കണേ. അപ്പം ചെറിയൊരു കനലാണ് വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് 3-4 പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പാകത്തിനായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കണം. ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുത്താൽ മതി തേങ്ങ. അപ്പോൾ ഒരു തേങ്ങയുടെ ഒരു മധുരമൊക്കെ ആകുമ്പോഴത്തേക്കും പാവയ്ക്കൊക്കെ ഒട്ടും നമുക്ക് കയ്പ്പ് ഫീൽ ചെയ്യില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പാവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വളരെ ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാവയ്ക്ക തോരൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.